அழாதம்மா. கடவுள் அவர் கொடுத்தது. ഈ റേഞ്ചിലെ 7-ൽ 3 ഗ്രൂപ്പും പോക്ക. നടക്കാവിൽ കോട്ടച്ചാരായ 3000 ലിറ്റർ വെച്ച് കിട്ടുന്നില്ലേ? എടോ, ഒരുത്തിനോടെ പ്രാണം പോയി കിടക്കുക. നിങ്ങളുടെ ഒരു ചാരായ കണക്ക്. ഹലോ. ആ ഹലോ. ഞാൻ വരാം സാർ. ചാത്തുന്നേട്ടാ, ബാ ഇരിക്ക. വേണ്ട, ഞാൻ ഇരിക്ക. ഏത് ബിസിനസ്സിലും ലാഭവും നഷ്ടവും കാണും. പൊട്ടിപ്പോയവരത് നികത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈയിടെ കുടി കുറെ കൂടുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല. ആർക്കാട് കുഞ്ഞപ്പൻ ചേട്ടനെ അറിയാമല്ലോ? നേരിട്ട് പരിചയമില്ല. എങ്കിൽ വാ. ഞാനെന്തിനാ? നിങ്ങൾക്ക് ആ ലേലത്തിൽ ഡെപ്പോസിറ്റ് വെക്കാനുള്ള കാശ് ഞാൻ അങ്ങേരുടെ അടുത്തു നിന്നാണ് വാങ്ങിച്ചേ. ഇവിടെ വെച്ചതൊന്നും പറയണ്ട, വാ. ഇതാണ് വാസു. ഓ, വാസു. ആളെ ഇപ്പോഴാ കാണുന്നത്. ഇയാള് നമ്മുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞു DC. അതെ, സ്വന്തക്കാരനാണ്. ഈ ചടങ്ങ് കഴിയുമ്പോ ഒന്ന് കാണണം. ഓ, ഇലത്തൂരും കക്കോടിയും ഞാൻ വിട്ടു തന്നു. ഒരു പുഷ്കരൻ എടുത്തു. വെസ്റ്റേലിൽ എടുത്തോ? എനിക്ക് വേണ്ടതേ. വെസ്റ്റേലും നടക്കാവും ജോർജ് കുട്ടി എടുത്തോ? ബാക്കി ഞാൻ വിട്ടുക. അത് പറ്റില്ല. ഇക്കഴിഞ്ഞ ലേലത്തിന് പാളയം ഗ്രൂപ്പ് വിളിച്ചതിനാ എന്റെ മോന്റെ വാരിക്കിട്ട് കുത്തിയത്. അതെനിക്ക് വേണം. തന്റെ മോനെ ഞങ്ങൾ കുത്തിച്ചില്ലല്ലോ. ആ പേര് പറഞ്ഞു വേണ്ട. കുഞ്ഞാപ്പൻ ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇയാൾ എന്താടോ ഒന്നും മിണ്ടാത്തത്? കോഴിക്കോടിന് മുമ്പ് തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും റേഞ്ചിലല്ലേ ലേലം? ആദ്യം നമുക്ക് അവിടെ വീതിക്കാം. ചങ്ങനാശ്ശേരി കാര്യം പറയാൻ താനാരാ? കോഴിക്കോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീതിക്കല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇയാള് ഭീഷണിപ്പെടുത്താ? തന്നെ. ഞാൻ നടത്തുന്ന പാളയം ഷാപ്പ് ആരും മോഹിക്കണ്ട. അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. കുഞ്ഞാപ്പൻ ചേട്ടൻ കേട്ടില്ലേ ഇയാൾ പറയുന്നത്? അവൻ പറയുന്നത് ന്യായമാ. എന്ന് വെച്ചാ പാളയം അവന് വിട്ടുകൊടുക്കാനോ? കണ്ണായ സ്ഥലം അവന് കൊടുത്തിട്ട് ബാക്കി നക്കാപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് മുഴുവൻ അയാളെടുത്തോട്ടെ. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അതിനുള്ള ധനശേഷി അവനുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വിട്ടേക്കാം. ചുമ്മാ മാറാമെന്നല്ല, ലേലത്തിൽ നിന്ന് ഒഴിയുന്നതിനുള്ള കാര്യമായ വിഹിതം ചേട്ടൻ വാങ്ങിച്ചേരണം. വാസുവേ, ഈ റേഞ്ച് മുഴുവൻ പിടിക്കാനുള്ള കാശ് തൻ്റെ ഉണ്ടാവോ? ഉണ്ടാവും. ആ, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു റേഞ്ച് മുഴുവനുവേ, അതിനുള്ള പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ കുഞ്ഞാപ്പൻ ചേട്ടന്റെ ഏർപ്പാടാ. കാശൊക്കെ അയാൾ തരും. കാര്യം ചാരായ വിൽപ്പനയാണെങ്കിലും ഈ തൊഴിലിന് ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ച് ഈ വ്യവസായം നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനാ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളിത് തിരിച്ചെങ്ങനാ? കഴിഞ്ഞ തവണ DC മുഖേന തിരിച്ചു തന്നില്ലേ? ഇത്തവണ നേരിട്ട്. ശരി മോനെ. മുതലാളിയല്ല, കുഞ്ഞാപ്പൻ, അങ്ങനെ വിളിച്ചാ മതി. അല്ല, ഈ കച്ചവടത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനാ? ഞങ്ങൾ ഒന്നാണ്. അല്ല, നിങ്ങൾ രണ്ടാണ്. വാസു, ചാക്കോ. പങ്കായിട്ട് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, ഒരു ഫേം രജിസ്റ്റർ ചെയ്യണം. അതിനൊരു പേര് പറയൂ. എല്ലാം മുതലാളി. അല്ല, കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ. വാസു, ചാക്കോ. വാസുവിൻ്റെ വായും ചാക്കോയുടെ വാസുക്കോ. വാസ്കോ. വാസ്കോ കൊള്ളാമോ?